പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് അറിയിക്കുവാനുള്ള ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ടീമംഗങ്ങളിലൂടെ കടന്നു വന്നത്. ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ ഈ യുഗം അവസാനിക്കും. പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മാനവരാശിയോടുകൂടെ അറിയിക്കുവാനുള്ള വിശേഷപ്പെട്ട ഒരു സന്ദേശവുമായിട്ടാണ് ഈ ടീമംഗങ്ങളിലൂടെ കടന്നു വന്നത്. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രമിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു ഗാനം ഇവിടെ ഇപ്പോൾ ആലപിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമൂത്തും ഭരണങ്ങൾ ഒഴുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒഴുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താഴ്മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചവഴിലെ ജയിച്ചിടാം, വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താഴ്മുഖം പഠിക്കുവാൻ നാഥനോട്
അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമി നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന് മഹത്വം. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ജീവിപ്പാൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അവസരം നൽകിയ ഒരു കൂട്ടം എന്റെ സഹോദരങ്ങളായ ദൈവം സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഈ മാമല കവലയിലെ ജനങ്ങളോട് അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമാണിത്. ഇതൊരു മതപ്രസംഗമല്ല. പകരം സൃഷ്ടാവായ ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും ഒക്കെ കുടുങ്ങിപ്പോയ നമ്മളോട് പറയാനുള്ള ഒരു സ്നേഹ സന്ദേശമാണ് നിങ്ങൾ തുടർന്ന് ഏതാനും മിനിറ്റുകൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആ സ്നേഹ സന്ദേശം മറ്റൊന്നുമല്ല, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭാഗ്യമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിങ്ങളോട് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗവും നിങ്ങളോട് പറഞ്ഞ് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇന്നും നമ്മൾ അറിയാതെ ഈ ലോകത്തിൽ നമ്മളുടേതായ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെടുന്ന ഒരു കൂട്ടമാണ് മനുഷ്യർ. നാം അധ്വാനിച്ച് അവസാനം ഒരു വട്ടപൂജ്യമായി തീരുന്നു. നമ്മളെല്ലാം രാവിലെ മുതൽ വൈകിട്ട് വരെ പല പല ജോലികളിലായി പല പല കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. പക്ഷെ അതിന്റെയൊക്കെ ലക്ഷ്യം നമ്മുടെ വയറാണ്. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നു, ചെയ്യേണ്ടതാണ്. പക്ഷേ അവസാനം നാം പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞ് വയറ് നിറഞ്ഞ വയറും നമ്മളും ചേർന്ന് ഈ ലോകത്ത് നിന്ന് മരണമൊഴിയായി മാറ്റപ്പെടും. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയതും പ്രവർത്തിച്ചതും ഒക്കെ വൃഥാവായി തീരും. നാം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി വട്ടപൂജ്യമായിട്ട് തീരും. ഈ ലോകം മരണത്താൽ പിടിക്കപ്പെട്ടതാണ്. എത്ര ആരോഗ്യമുള്ളവനും എത്ര ആരോഗ്യമുള്ളവനും എത്ര സൗന്ദര്യമുള്ളവനും മരണത്താൽ പിടിക്കപ്പെടും. എത്ര സമ്പന്നനായാലും ദരിദ്രനായാലും മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി നിലനിൽക്കുകയില്ല. മരണത്താൽ പിടിക്കപ്പെടും. ജീവിത യാഥാർത്ഥ്യങ്ങളെ നോക്കുക. നമ്മൾ പോലും അറിയാതെ ഒരു മണ്ടൻ കോഴ്സിലാണ്.
ഞാൻ നിൽക്കുന്ന മാമലക്കാവലയില് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കഴിഞ്ഞ 50-60 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഓടിക്കൊണ്ടിരുന്ന, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൃഷിക്കാരുണ്ട്, കടക്കാരുണ്ട്. അവരൊക്കെ എവിടെ? അവരുടെയൊക്കെ അധ്വാന ഫലം എന്ത് സംഭവിച്ചു? അവരെല്ലാം മരണമൊഴിയാൽ നല്ലൊരു പങ്കും മാറ്റപ്പെട്ടു. പലരും മാറ്റപ്പെടുവാൻ വേണ്ടി കിടക്കുകയാണ്. അവരുടെ അധ്വാനം കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ലാതെയായിട്ട് വരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു വട്ടപൂജ്യമായി തീരുമ്പോ, മരണം ഇതിനെയെല്ലാം വിഴുങ്ങിക്കളയുമ്പോ, മരണത്തിന് പരിഹാരമായി ഈ ലോകത്തിൽ ഒന്നുമില്ല. ഒരു വിദ്യാഭ്യാസവുമില്ല, ഒരു ആശുപത്രിയുമില്ല, ഒരു ആന്റിബയോട്ടിക്കുമില്ല, ഒരു മരുന്നുമില്ല. ഇതിന് പരിഹാരം തരുന്ന ഒരു വിദ്വാനും ഇവിടെയില്ല. നമ്മളെല്ലാം വെറുതെ അധ്വാനിക്കുന്നു. എന്നാൽ ഈ പകൽക്കാലം നമ്മുടെ അധ്വാനം വെറുതെയാകാതിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഒന്ന് എത്തിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഒന്ന് സഹായിക്കാനാണ് ഞങ്ങളിവിടെ അയച്ചിരിക്കുന്നത്. ഈ മാമലക്കാവല ദേശത്ത് മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും, നിങ്ങളെ ഏവരെയും സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചുകൊണ്ട് ഈ സന്ദേശം അറിയുകയാണ്. മക്കളെ, മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി നിലനിൽക്കത്തില്ല. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, സർവപ്രപഞ്ചത്തിന്റെ രാജാവായ ക്രിസ്തു ഈ ഭൂമിയിൽ ശരീരം ധരിച്ച് യേശുവായി കടന്നു വന്നപ്പോ, വചനം മാംസമായി ഇവിടെ കടന്നു വന്നപ്പോ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ശരീരമണ്ഡലത്തിൽ ലാഭമില്ല, ജഡമണ്ഡലത്തിൽ ലാഭമില്ല. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ലക്ഷ്യം വയ്ക്കുന്നത് ജഡമണ്ഡലത്തെയാണ്. നമ്മൾ ജഡമണ്ഡലത്തെ, ശരീരമണ്ഡലത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നാം അധ്വാനിക്കുന്നു, അതിന് ലാഭമില്ലാതെ അതൊരു നഷ്ടക്കച്ചവടത്തിൽ അവസാനിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി എന്തെന്ന് നിങ്ങളോട് പറയുകയാണ്. അതിൽ നമുക്ക് മരണമില്ല. അവിടെ നാം മനുഷ്യന്റെ പുത്രന്മാരല്ല, അവിടെ നാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അവിടെ നാം ദൈവഭവനക്കാരാണ്. അവിടെ നാം ഭൂമിയുടെ രാജാക്കന്മാരാണ്. മരണമില്ലാത്ത നിത്യം വാഴുന്ന രാജാക്കന്മാർ. ദൈവമൊരുക്കുന്ന ഈ ഭാവിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ നാം വസിക്കുന്നത് ദൈവത്തോടൊപ്പമാണ്. അവിടെ നാം ജീവിക്കുന്നത് പുതിയ യെരൂശലേമിലാണ്. അപ്പോൾ ദൈവം ഒരുക്കുന്ന ഒരു ഭാവിയുണ്ടെന്നും അത് മനുഷ്യന്റെ മകനായിട്ടല്ല എന്നും ദൈവത്തിന്റെ മകനായിട്ടാണ് എന്നും അത് പുതിയ യെരൂശലേമിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അവിടെ നമ്മൾ ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുമെന്നുമുള്ള സത്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇവിടെ മതജീവിതത്തിന് വേണ്ടിയല്ല, ദൈവത്തോടൊപ്പം ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും തന്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഇവിടെ കടന്നു വന്ന് നമ്മളോട് പറഞ്ഞ സുവിശേഷം. അതിന്റെ അർത്ഥം ഇതാണ്: നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നോടുകൂടെ താമസിക്കുവാൻ ഇതാ കടന്നു വരികയാണ്. നിന്റെ സൃഷ്ടാവായ ദൈവം തന്റെ അധികാരത്തിൽ താൻ ഗൃഹനാഥനായി, താൻ പരമാധികാരിയായി നിന്നെ ദൈവത്തിന്റെ മകനാക്കി ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം
നിന്നെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ദൈവം നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായി, എന്താണ് ഈ ദൈവരാജ്യം? മറ്റൊന്നുമല്ല, സ്വർഗസ്ഥനായ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവിന്റെ പരമാധികാരമാണ് ദൈവരാജ്യം. ആ അധികാരത്തിന്റെ കീഴിൽ, അപ്പന്റെ കീഴിൽ, അപ്പന്റെ മകനായ അപ്പന്റെ കുടുംബത്തിൽ ജീവിപ്പാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അവിടെ നാം ദൈവത്തിന്റെ മക്കളായിരിക്കും, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായിരിക്കും, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായിരിക്കും, ഈ ഭൂമിയുടെ നിത്യരാജാക്കന്മാരായിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ കടന്നു വന്ന് പ്രസംഗിച്ച സത്വാർത്ത. 3.5 വർഷം ഈ സന്ദേശം അറിയിച്ചു. ഇതാ, നിന്റെ സൃഷ്ടാവ് നിന്നോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ബൈബിളിൽ ദൂതപുത്രന്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ സ്വർഗത്തിലെ ദൈവം യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിൽ അവസാനിക്കുന്നത് ആ ദൂതപുത്രൻ അപ്പനോടുകൂടി ജീവിക്കാൻ മടങ്ങി വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ദൂതപുത്രനെ കാണിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. നമ്മൾ അപ്പനോടുകൂടി ജീവിക്കാൻ, അവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യക്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു വ്യക്തത നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി നാം ദൈവത്തോടുകൂടെ, ദൈവത്തിന്റെ മക്കളായി, ഭൂമി രാജാക്കന്മാരായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, കൂട്ടവകാശികളായി ജീവിക്കാനാണ് എന്നുള്ള സത്യം നിങ്ങൾ അറിയുക. അതിലേക്ക് നിങ്ങൾ ഏവരെയും ദൈവം ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിലേക്കുള്ള മാർഗമാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ സദ്വാർത്തയിൽ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട്, മനുഷ്യന്റെ മകനായി മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു മാറ്റപ്പെടുന്ന എനിക്ക് ദൈവത്തിന്റെ മകനായി ദൈവത്തോടുകൂടി ജീവിച്ച് നിത്യം പോലുള്ള രാജാക്കന്മാരായി തീരുന്ന ഈ സദ്വാർത്തയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനതിന് എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദര, ആ താല്പര്യമുണ്ട് എന്ന് പ്രിയ സഹോദരി ഇത് ഹൃദയം പറഞ്ഞപ്പോൾ തന്നെ ആദ്യ ഭാഗം നീ കടന്നു കഴിഞ്ഞു. അതിന്റെ സ്പേരാണ് മാനസാന്തരം, അതിന്റെ തുടക്കം. പ്രിയ സഹോദരങ്ങളെ, എങ്കിലും മനുഷ്യന് ദൈവത്തോടെടുക്കുവാൻ കഴിയുകയില്ല, ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്, മനുഷ്യൻ പാപിയാണ്. ഇത് രണ്ടും കൂടി ചേരില്ല. പരിശുദ്ധനായ ദൈവത്തോട് ചേരുവാൻ പാപിയായ മനുഷ്യന് കഴിയാതെ ഇരിക്കുമ്പോ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശ് യാഗമായി കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശ് യാഗമായി കൊണ്ട് സ്വർഗത്തിലെ ദൈവം, പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ കാൽവരി ക്രൂശ് യാഗമായിക്കൊണ്ട് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരി ക്രൂശ് യാഗമായി. മനുഷ്യർക്ക്, പാപികളായ മനുഷ്യർക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരി യാഗമായിട്ട് മനുഷ്യർക്ക് ദൈവത്തിന്റെ അടുക്കലേക്കുള്ള ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ, പുതിയ സൃഷ്ടികർമ്മത്തിലൂടെ ക്രിസ്തുവെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവരാജ്യത്തിലേക്ക്, ദൈവിക ഭവനത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ള ആ മാർഗവും ആ സദ്വാർത്തയും കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്.
അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് കാര്യമാണ് നിങ്ങളെ അറിയിച്ചത്. ഒന്ന്, മനുഷ്യർ നമുക്ക് വേണ്ടി, മനുഷ്യർ അവനവന് വേണ്ടി ഒരുക്കുന്ന ഭാവി അത് ശൂന്യമായി ഒറ്റപൂച്ചത്തിലേക്ക് മരണത്തിലൂടെ കടന്നു വരുമ്പോ അതിൽ നിൽക്കാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരുവാനാണ് നിങ്ങളെ അറിയിച്ചത്. ദൈവത്തോടുകൂടി ജീവിക്കുന്ന ജീവിതം, അതാണ് ദൈവത്തിന് യേശുക്രിസ്തു 3.5 വർഷം അറിയിച്ച സുവിശേഷം. എന്നാൽ അതിൽ രണ്ടാമത്തെ കാര്യം, അതിലേക്ക് എത്തുവാൻ മനുഷ്യന് പാപനിമിത്തം കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി മനുഷ്യൻ മരിക്കേണ്ടതിന് പകരം ദൈവപുത്രൻ മരിച്ചുകൊണ്ട് ആ ദൈവപുത്രനിലൂടെ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് എത്തിപ്പെടാൻ തക്കവണ്ണം ആ ദൈവപുത്രനായ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒരു കുടുംബമായി ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് എന്ന് സദ്വാർത്തകളെ അറിയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അയച്ചതാണ് എന്ന് ആ ദൈവപുത്രൻ മരിച്ചത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവപുത്രനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതം പാപത്തിൽ നിന്ന് വേർപെട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ചനുസരിപ്പാൻ നിങ്ങൾ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഈ സന്ദേശം ഈ മാമലക്കവലയിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചകളിൽ കേട്ട ഏവർക്ക് ഇത് ഒരു സാക്ഷ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷ സർവസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ ഈ യുഗം അവസാനിക്കും. ഈ യുഗം അവസാനിക്കും. യേശുക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഈ ലോകത്തിന്റെ ഭരണം ദൈവത്തിനായി ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ യേശുവിനോട് കൂടെ വാഴുവാൻ നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷം ഹൃദയത്തിൽ മാനസാന്തരത്തോടെ ഇതാ യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, അങ്ങ് ദൈവമയച്ച ദൈവത്തിന്റെ പുത്രനായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ മാനസാന്തരപ്പെടുന്നു. എന്റെ പാപവഴികളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ദൈവത്തോടുകൂടെ ചേർത്താൽ അങ്ങ് അനുഗമിപ്പാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഹോളിൽ ഇപ്പോൾ ഇതാ ഈ മാമലക്കവലയിൽ ഇപ്പോൾ ഇത് ഈ ശബ്ദം കേട്ട് അവസാനിക്കുന്നുവെങ്കിൽ ഇതാ ഈ മാമലക്കാല കവലയിലെ ഓരോ വൃക്ഷങ്ങള്, ഓരോ കടകള്, ഇതാ ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികള്, പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കൊരു സാക്ഷ്യമായിരിക്കും. ഞാൻ നാളെ ഞങ്ങളുടെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുവാനായിട്ട് ഇടയാകരുത്. ദൈവം നിന്നെ വിളിക്കുകയാണ് ദൈവത്തോടുകൂടെ ജീവിപ്പാൻ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ദേശത്തുനിന്ന് കടന്നു പോവുകയാണ്. ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു, യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു, സ്വർഗപിതാവ് വിളിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദിവ്യ സന്ദേശം അങ്ങനെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ 3.5 വർഷം അറിയിച്ചത് ക്രിസ്തുവിന്റെ ശരീരങ്ങളായ ഭാഗങ്ങളായ ഞങ്ങൾക്ക് ഇത് അറിയിപ്പാൻ തന്ന അവസരത്തിനായി നന്ദി. ഈ മാമലക്കവലയിലെ ജനവും ഈ ശബ്ദ കാഴ്ച ഹൃദയിൽ കേൾക്കുന്ന ഏതൊരു വ്യക്തിത്വങ്ങളും പ്രിയ ദൈവത്തിന്റെ ആ ഹൃദയം തിരിച്ചറിഞ്ഞ് അവരതിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങയുടെ മക്കളെ ഏവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടേതായ കുടുംബങ്ങളെ, ഇവരുടെ തലമുറകളെ, ഇവർക്കുള്ളതിനെ, ഇവരുടെ കൈകളുടെ അധ്വാനത്തെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം താൽക്കാലിക നന്മയിൽ മാത്രം ഒതുങ്ങാതെ ഇവരെ ഓരോരുത്തരെയും ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് അങ്ങയുടെ മാർഗത്തിലാണ് ഇവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹമായി ഇരിക്കട്ടെ. ദേശത്തെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപ്പെടുത്തിയുള്ള ഏവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ.
ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഒരു നോട്ടീസ്, 2 നോട്ടീസുകൾ കൊണ്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഈ കേട്ട ദൈവരാജ്യ മൊഴികൾ ഒരല്പസമയത്തുള്ളിൽ നമ്മൾ മറന്നുപോകും. എന്നാൽ ആ നോട്ടീസിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് വീണ്ടും വീണ്ടും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭാവിയെ കുറിച്ച് ഓർക്കാം. രണ്ടാമത്തേത് ഇവിടെ അടുക്കൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ 23 വർഷങ്ങളായി സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവവചന ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും എനിക്ക് ആരുമില്ല എന്ന ചിന്തയിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നതായിരിക്കാം. ജീവിതത്തിന്റെ ആ നഷ്ടങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ ദൈവം ആശ്വസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആ വചന പ്രസംഗിക്കുന്ന ആ ധ്യാന കേന്ദ്രം. അതുകൊണ്ട് അടുത്ത ധ്യാനം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു. കൂടുതലായി നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ നിങ്ങളെ കൂടുതൽ സഹായിക്കുവാനായിട്ട് കഴിയും. മരണം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് അടിച്ചുവാരി കളയുന്നതിന് മുമ്പ് മരണത്തെ അടിച്ചുവാരി കളയുവാൻ സ്വർഗത്തിലെ സൃഷ്ടാവ് ഒരുക്കിയ ഭാവിയിലേക്ക് നമുക്ക് ഏവർക്ക് കടന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.